അപ്പൊ അവരെന്നെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. കാര്യം അവർക്ക് എന്നെ പേടിയുണ്ട്. കുറച്ച് അവരുടെ വോട്ടായാലും ഇവിടുന്ന് കുറച്ച് വോട്ടും പറയുന്നുള്ള പേടി, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ കാണുന്നുള്ളൂ. ഇത് തെറ്റിദ്ധാരണകളാണ് കൂടുതലും ബി ജെ പിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ, ബി ജെ പി വന്ന ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും റൈറ്റ്സ്, അവകാശം എല്ലാം കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. മകൾ ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു, അച്ഛൻ CPM പ്രവർത്തകനാണ്. അപ്പൊ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും നാള് തിരിഞ്ഞു നോക്കാതെ വിളിക്കാത്ത വലിയ വലിയ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിനെ ഒരു മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ഇപ്പൊ കഥ വരുന്നത് 2-3 വർഷമായിട്ടേ ഞാൻ ബി ജെ പിയിലാണ്, എനിക്ക് ഒരുപാടൊക്കെ ലക്ഷങ്ങൾ ഓഫർ ചെയ്തു, ഞാൻ അങ്ങനെ പോയതാണ് എന്നൊക്കെയാ കഥയൊക്കെ വരുന്നത്. എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമന്റ്സ് എല്ലാം വരുന്നുണ്ട്. കൂടുതൽ നെഗറ്റീവ് ആണ്. കൂടുതൽ സൈബർ അറ്റാക്ക് ഒക്കെ നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും നേരിടുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊരു അറ്റാക്ക് ആയിട്ട് ഒരിക്കലും അത് ചിന്തിക്കുന്നില്ല. ബി ജെ പി പോലെ ഇത്രയും വലിയൊരു പാർട്ടി ചുമ്മാ അങ്ങനെ വെക്കുമ്പോൾ തരത്തില്ല എനിക്ക്. അപ്പൊ അവർ അത്രയും വിശ്വാസം എന്നിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് സന്തോഷമുണ്ട്, അഭിമാനമാണ്. കാര്യം വികസനം വരണമെങ്കിൽ ബി ജെ പി തന്നെ വരണം. 4-ാം വയസ്സ് മുതൽ CPM-നൊപ്പം ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി പാർട്ടി ചുമതലകൾ വഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് BJP-യിൽ എത്തിയിരിക്കുകയാണ്. CPM-ന്റെ അക്രമ രാഷ്ട്രീയവും പ്രീണനവും കണ്ടും കേട്ടും മടുത്ത കാവ്യ SS ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്തേ. BJP എന്ന പാർട്ടിയിലെ ഏറ്റവും ആകർഷിച്ച ഘടകം എന്താണ്? വികസനം തന്നെയാണ്. രാജ്യത്തിന്റെ വികസനം കണ്ട് അതിൽ താല്പര്യപ്പെട്ടാണ് ഞാൻ ഈ BJP പാർട്ടിയോട് ചേർന്നത്. വികസിത കുന്നുകുഴിയാണോ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും. ഞങ്ങൾ ഈ രണ്ട് പാർട്ടിക്കാരും നമ്മുടെ വാർഡ് ഭരിച്ചിട്ടുണ്ട്. അപ്പം ഒരു മാറ്റത്തിനൊരു വോട്ട് അവർ നൽകുകയാണെങ്കിൽ ഈ വികസനം എനിക്ക് എൻ്റെ വാർഡിൽ കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് വികസനങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് എൻ്റെ വാർഡിൽ. ഒരുപാട് സാധാരണക്കാർ ഏറ്റവും കൂടുതലുള്ള, പുറമേ നിന്ന് നോക്കുമ്പോൾ കുന്നുകുഴി വാർഡിൽ ജംഗ്ഷൻ PMG ലോ കോളേജ് ആ ജംഗ്ഷനിലൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ വീടുകളും കൊട്ടാരം പോലെയൊക്കെ തോന്നും. പക്ഷെ ഉള്ളിലോട്ട് പോകുമ്പോൾ അറിയാം, നമ്മുടെ ഗുണ്ടകാട് എന്നൊക്കെ പറയും, ബാട്ടൺ ഹിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പറയുമ്പോൾ തന്നെ അവിടെ കൂടുതലും എന്താ പറയുക, അന്നുള്ള വരുമാനത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, വീട് പോലും ഇല്ലാത്തവരിപ്പോഴും ഉണ്ട്. ചെറിയ പ്രായത്തിലെ ബാലസംഘത്തിലൂടെ CPM-ന്റെ ഭാഗമായ ആളാണ്. അപ്പോൾ LLB കഴിഞ്ഞിട്ട് ഞാൻ DYFIയിലായിരുന്നു ആദ്യം കയറി. പിന്നെ ഗ്രൂപ്പ് മെമ്പറായി, കാൻഡിഡേറ്റ് മെമ്പറായി, പാർട്ടിയിൽ മെമ്പറായി. നല്ലപോലെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ 2020 ഇലക്ഷൻ, അതിൽ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ചെയ്തതുമായിരുന്നു. അപ്പം അത്രയ്ക്ക് പാർട്ടി അനുഭവങ്ങളുണ്ട്. അച്ഛൻ, പാർട്ടി കുടുംബം എല്ലാം ആയിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ വെച്ചിട്ട് നമ്മളെ പരിഗണിക്കാതെ, നമുക്കൊരു റെസ്പെക്റ്റ് തരാതെ, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഏത് പാർട്ടി ആയാലും കാൻഡിഡേറ്റ്സ് തോൽക്കും ജയിക്കും, അതൊക്കെ ജനങ്ങളുടെ നിശ്ചയമാണ്. പക്ഷെ അവിടെ LDF തോറ്റപ്പോൾ എനിക്ക് വന്ന ഒരു സംസാരം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കുടുംബക്കാർ ഞങ്ങൾ തോൽപ്പിച്ചു ഞങ്ങളുടെ പാർട്ടിയിൽ. അത് പിന്നെ തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങിലും എനിക്ക് അങ്ങനെ ഒരു സംസാരം അതിനിടയിൽ വന്നു. അതിലൊക്കെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേ മനസ്സുകൊണ്ട് മാറണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ കടുത്ത തീരുമാനം തന്നെ എടുക്കേണ്ടി വന്നു. 2 വർഷമായിട്ട് ഞാൻ അധികം ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്, സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. ഇപ്പം അച്ഛൻ CPM അനുഭാവി ആയിരുന്നു, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനായിരുന്നു. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഈ BJP-യിലേക്കുള്ള ചുവടുമാറ്റത്തെ അവർ നോക്കിക്കാണുന്നത്? എൻ്റെ ഇഷ്ടമാണ്, വ്യക്തിപരമായ കാര്യം. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ്റെതായ ഒരിതുണ്ട്, നോ പറയാൻ, എസ് പറയാൻ. പക്ഷെ അങ്ങനെയില്ല. അച്ഛന് അറിയാം, അച്ഛൻ്റെ പാർട്ടി എന്താണെന്ന് അറിയാം, എൻ്റെ പാർട്ടി എന്താണെന്ന് അച്ഛനറിയാം. അച്ഛൻ പരിപൂർണ പിന്തുണയാണ്. അതെ, അച്ഛൻ്റെ പിന്തുണ. അച്ഛൻ്റെ മകളായിട്ടാണ് ഞാൻ അവിടെ കുന്നുകുഴിയിൽ അറിയപ്പെടുന്നത്. പാർട്ടിയുടെ ബേസിസിലല്ല. എൻ്റെ അച്ഛൻ്റെ പേര് ഷാജി. വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും. വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഷാജിയുടെ മോള് എന്ന് പറഞ്ഞ് എന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. അത് തന്നെയാണ് എൻ്റെ പ്രൈഡും. അപ്പോ മകൾ ഇങ്ങനെ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നു, അച്ഛൻ CPM പ്രവർത്തകനാണ്. അപ്പൊ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഇത്രയും നാള് തിരിഞ്ഞു നോക്കാതെ വിളിക്കാത്ത വലിയ വലിയ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വിളിക്കുന്നുണ്ട്. അത് ഭീഷണിയായിട്ടാണോ അതെ എന്ത് രീതിയിലാണോന്ന് അറിയില്ല അവര് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിനെ ഒരു മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. നഗരസഭയിലെ ഇടത് ഭരണം ഒട്ടേറെ അഴിമതി നടന്നതായിരുന്നു. അപ്പൊ അതിനെ എങ്ങനെ നോക്കിക്കാണും? പുറത്ത് പറയുമ്പോൾ നമുക്ക് ഒരു പഴയ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമായിരുന്നു.
കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് മുഖങ്ങൾ മനസ്സിൽ വരും. പഴയ എൻ്റെ കുന്നുകുഴി വാർഡിലെ പഴയ നേതാക്കന്മാരെ, എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞ് കുടുംബം പോലും മറന്ന് കല്യാണം കഴിക്കാത്തവരുണ്ട് പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെ പോലും ഒരു എന്താ പറയാ ഒരു റെസ്പെക്റ്റോ അവർക്കൊന്നും തോന്നാതെ വേറൊരു ആശയമാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡിലെ. പണ്ടുള്ള കമ്മ്യൂണിസവും ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസവും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസമേ ഉള്ളൂ. പഴയ കമ്മ്യൂണിസം ആണ് കമ്മ്യൂണിസം, ഇപ്പൊ ഇവിടെ ഉള്ളത് കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസത്തിന്റെ പേരിൽ ഒരുപാട് മോശം കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അവരുടെയൊക്കെ വർഷത്തിൽ ഒരുപാട് പേര് കമ്മ്യൂണിസം എന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരുപാട് പേര്, ഞാൻ ഈ മാറിയതിൽ കൂടെ എൻ്റെ കൂടെ മാറിയ കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് പോകും വഴി കുന്നുവഴിയിലെ വാർഡിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാവും. കാവ്യക്ക് പിന്നാലെ ഒരു കൂട്ടം ആൾക്കാർ, വരുന്നുണ്ട്. യുവജനങ്ങളായിരിക്കും അവരൊക്കെ. തീർച്ചയായും യുവജനങ്ങളും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇതില്. കാര്യം നമുക്ക് റിയലൈസേഷൻ ആണ്. ഇതിലോട്ട് വരുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരാള് മാറി ഇതിലോട്ട് ചിന്തിച്ചെടുക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും എന്തെങ്കിലും അതില് സത്യം ഉള്ളത് കൊണ്ടായിരിക്കും. പിന്നെ ഒരു അവസരം അവര് തന്നെ തരികയാണെങ്കിൽ നമുക്കത് കാണിച്ചു കൊടുക്കാനും പറ്റും. അപ്പൊ ആ ഒരു ദൃഢനിശ്ചയമുണ്ട്. തീർച്ചയായും. ഒരു വാർഡ് കൗൺസിലർ ആയാൽ എന്താണ് സ്വപ്നം കാണുന്ന കുന്നുകുഴി? വികസനം തന്നെയാണ്. പിന്നെ എൻ്റെ നാട്ടുകാരാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. 29 വർഷമായിട്ട്, എനിക്ക് 29 വയസ്സ്, അത് കണക്ക് 29 വർഷമായിട്ട് അറിയാന്നുള്ള സ്ഥലം. എൻ്റെ നാടിൻ്റെ അവസ്ഥ, എൻ്റെ നാടിൻ്റെ ഇത് വെളിയിൽ ഒരാൾ വന്ന് ഭരിച്ച് പറയുന്നേക്കാൾ എനിക്കറിയാം. അവരുടെ ഒരു മകള് അല്ലെങ്കിൽ ഒരു സഹോദരി അവർക്ക് ഏത് നിമിഷം എൻ്റെ അടുത്ത് വരാം, അവരെ എന്ത് കുറവും പറയാം. നിലവിൽ കുറച്ച് പോരായ്മകൾ അവിടെ ഉണ്ട്, അതെല്ലാം ഞാൻ ശ്രദ്ധിക്കും. കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എക്കാലവും BJP ഒരു മാറ്റി നിർത്തപ്പെട്ട പാർട്ടിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. BJP എന്ന് പറയുമ്പോൾ ഒരു നെറ്റി ചൊളിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ജാതി മതം ഇതാ കൊണ്ടുവരുന്നത്. ഇപ്പൊ എൻ്റെ വാർഡെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, കുറച്ച് മുസ്ലിംസ്. 4-ാം വയസ്സിൽ ബാലസംഘത്തിലൂടെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് വന്നിരുന്ന ഒരാളാണ് കാവ്യ. പെട്ടെന്ന് 29-ാം വയസ്സിൽ BJPയുടെ ഭാഗമാകുമ്പോൾ എന്താണ് അത്രയും വലിയൊരു ഡിസിഷൻ എടുക്കാനുണ്ടായ കാരണം? രാജ്യത്തിന്റെ വികസനത്തിനും ജനസേവനത്തിനും പുരോഗതിക്കും എല്ലാം നിൽക്കുന്ന പാർട്ടി BJP ആണ്. ഈ പാർട്ടിയിലൂടെ നമുക്കിനി വളരാനോ, ഞാൻ മൂലം എൻ്റെ വാർഡ് ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാൻ, ഒരു വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങുക, വീടുകളിൽ തുടങ്ങി പിന്നെ എൻ്റെ വാർഡ്, അങ്ങനെ എനിക്ക് ഒരു ചേഞ്ചസ് ഞാൻ മൂലം കൊണ്ടുവരണം. തെറ്റിദ്ധാരണകൾ മാറ്റണം. ഈ എപ്പോഴും കുറേയേറെ തെറ്റിദ്ധാരണകൾ തന്നെയാണ്. ഞാനും ഈ 29 വർഷം കേട്ടതും കണ്ടതും തെറ്റിദ്ധാരണകളാണെന്ന് ഞാൻ വന്നിട്ട് എനിക്കത് മാറി. അത് എൻ്റെ നാട്ടുകാർക്ക് മാറണം. പ്രധാനമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ആകർഷിച്ചിട്ടുണ്ട്? തീർച്ചയായും മോദിജിയുടെ പ്രവർത്തനം തന്നെയാണ് നമുക്ക് ഇതിലോട്ട്, എന്നെ പോലുള്ള പലർക്കും ഇതിലോട്ട് BJPയിലോട്ട് ചേരാൻ തോന്നുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ രാജീവ് സാറ് വികസിത കേരളം ആ പദ്ധതി, അതിലും ആകർഷണീയമായിട്ടാണ് ഞാൻ ഇതിലോട്ട് അവസാനമായിട്ട് എന്താ പറയാ 100% ഉറപ്പിച്ചത്. ശരി, ഇനി ഇതിൽ തന്നെയാണ് ഇനി മുന്നോട്ട്, ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചത്. പിന്നെ എല്ലാ സപ്പോർട്ടും എനിക്ക് പാർട്ടിയിൽ നിന്നിട്ടായാലും സോമൻ സാർ ആയാലും ശിവശങ്കർ സാർ, പിന്നെ രാജീവ് സാർ, എല്ലാവരുടെ ഭാഗത്തുനിന്നും, പിന്നെ എൻ്റെ നാട്ടുകാർ സഹിതം, RSS ആവട്ടെ BJP ആവട്ടെ, എല്ലാം എൻ്റെ നാട്ടുകാരാണ് എല്ലാത്തിലുപരി. എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം? നാട്ടുകാര് പ്രതികരണം അച്ഛൻ്റെ മോള് എന്നുള്ള രീതിയിൽ ഇറങ്ങി, പക്ഷെ പാർട്ടി മാറിയോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ അറിയാം പോസ്റ്റ് വന്നിട്ടുണ്ട്, നെഗറ്റീവ് കമന്റ്സ് എല്ലാം വരുന്നുണ്ട്. കൂടുതൽ നെഗറ്റീവാണ്, കൂടുതൽ സൈബർ അറ്റാക്ക് ഒക്കെ നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും നേരിടുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊരു അറ്റാക്ക് ആയിട്ട് ഒരിക്കലും അത് ചിന്തിക്കുന്നില്ല. കാര്യം പറയുന്നവർ പറഞ്ഞുകൊണ്ട് പോട്ടെ, എനിക്ക് എൻ്റെ ജീവിതം, എനിക്ക് എൻ്റെ നിലപാട്. പറയുന്നുള്ളവർ വീട്ടിലുള്ള ഓരോ ഫോണും വെച്ചിട്ട് അവർക്ക് എന്താ പറയാൻ പറ്റാത്തത്, എന്താ അവർക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇതൊന്നും അല്ല, അത് നോക്കിക്കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അതൊന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നു. എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഇതായിട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രായഭേദമന്യേ പാർട്ടി എന്നുള്ളതൊന്നും നോക്കാതെ ഒരുപാട് പേര് സന്തോഷം സപ്പോർട്ടുമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേര്, അതൊക്കെ എനിക്ക് തുടർന്നും കാണും, അതെനിക്ക് ഉറപ്പാണ്. CPMന്റെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതും നമ്മുടെ BJPയുടെ രാഷ്ട്രീയം, അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? CPM എപ്പോഴും BJP വെക്കുന്ന ഒരു ആശയം വർഗീയത, ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരുപാട് വലിയ നേതാക്കന്മാരെ ഞാൻ കണ്ടു, CPMലെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ BJPയിൽ വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു വർഗീയത ഇവരെല്ലാവരും കൊണ്ട് നടക്കുന്നത് പോലെയോ, അങ്ങനെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് പോലെയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപോലെ എല്ലാവരെയും
നോക്കുക. അവര് BJP അങ്ങനെ ഒരു ആശങ്കയോ വെക്കുന്നില്ല. മതം അങ്ങനെയുള്ളൊരിതൊന്നും വെക്കുന്നില്ല. ഒരു ഒരുപോലെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം CPM-ന് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുന്നൂഴി വാർഡ്. അപ്പൊ അവിടെ ഒരു വിജയ സാധ്യത നമുക്ക് എത്രത്തോളം BJPക്ക് അവിടെ വെല്ലുവിളികളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ആ വെല്ലുവിളികളെ വോട്ടാക്കാം എന്നാണ് കരുതുന്നത്? അത് തെറ്റിദ്ധാരണകളാണ് കൂടുതലും BJPക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ. BJP വന്നാൽ അത് ശരിയാവില്ല, BJP വന്നാൽ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും റൈറ്റ്സ് അവകാശം എല്ലാം കൊടുക്കുന്നത്, ആ ഒരു ഇതുണ്ട്. പിന്നെ കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു വട്ടം മാറ്റത്തിനായിട്ട് അവരൊരു വോട്ട് തന്ന BJP ഒരു 5 വർഷം BJP കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ 10 വർഷം 2 പാർട്ടി ഭരിച്ചിട്ടും കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. സജീവ പ്രവർത്തനം കുറയ്ക്കാനുള്ള കാരണം എന്തായിരുന്നു? അതാണ് എൻ്റെ ആശയങ്ങളുമായിട്ട് ഒത്തുപോകുന്നില്ല. കാര്യം പൂർവ്വ വൈരാഗ്യം പോലെയും അല്ലാതെ നമ്മളുടെ വാക്കുകൾക്കൊരു വിലയില്ലാത്ത പോലെയും. ആഫ്റ്റർ ഓൾ നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അത് കളഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യും വിധത്തിലുള്ള അനുഭവം നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ പെട്ടെന്ന് പാർട്ടി മാറിയപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണികളോ എന്തെങ്കിലും ഉണ്ടായോ? കുറെ റൂമേഴ്സ് വരുന്നുണ്ട്, കുറെ കേൾക്കുന്നുണ്ട്, പലരും പറഞ്ഞറിയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കായാലും നോക്കാം ഇപ്പം ഞാൻ BJPയിൽ എപ്പോഴാ ചേർന്നതെന്നും അതൊക്കെ തെളിവല്ലേ. നമുക്കൊരു പാർട്ടി മെമ്പർ ചേരുന്ന ദിവസം അല്ലെങ്കിൽ നോമിനേഷൻ. പക്ഷെ ഇപ്പൊ കഥ വരുന്നത് 2-3 വർഷമായിട്ട് ഞാൻ BJPയിലാണ്, എനിക്ക് ഒരുപാടൊക്കെ ലക്ഷങ്ങൾ ഓഫർ ചെയ്തു, ഞാൻ അങ്ങനെ പോയതാണ് എന്നൊക്കെയാ കഥയൊക്കെ വരുന്നത്. എനിക്കറിയത്തില്ല, അവരെന്നെ പറയുന്നു, അവര് തന്നെ ഉണ്ടാക്കുന്നു, എനിക്കറിയത്തില്ല. അത് ഏത് പാർട്ടിന്നൊന്നും ഞാൻ പറയുന്നില്ല, പൊതുവെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം അവർക്ക് ഞാനൊരു എതിരാളിയല്ല. എപ്പോഴും പോലെ കുന്നൂഴി വാർഡിൽ നിൽക്കട്ടെ, BJP വോട്ട് 150-200 വോട്ട് കിട്ടി പോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഞാൻ എതിരാളിയല്ല, അവർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെന്നെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. കാര്യം അവർക്ക് എന്നെ പേടിയുണ്ട്. കുറച്ച് അവരുടെ വോട്ടായാലും ഇവിടുന്ന് കുറച്ച് വോട്ടും പറയുന്നുള്ള പേടി, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ കാണുന്നുള്ളൂ. അതെല്ലാം ഞാൻ സന്തോഷത്തോടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എനിക്കറിയാം എൻ്റെ നാട്ടുകാർ പോസിറ്റീവായിട്ട്. നമ്മുടെ AKG സെന്റർ ഇരിക്കുന്ന കുന്നൂഴി വാർഡ് അത്രയും പ്രധാനപ്പെട്ട വാർഡില് BJP സ്ഥാനാർത്ഥിത്വം തന്നാണ് സ്വീകരിച്ചത്. അപ്പോ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അവർക്ക് എന്നിലൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ എന്നുള്ള വ്യക്തിയിൽ അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ ഞാൻ അവർക്ക് ഉന്നയിച്ചപ്പോൾ എനിക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവർ തന്നത്. കാര്യം BJP പോലും ഇത്രയും വലിയൊരു പാർട്ടി ചുമ്മാ അങ്ങനെ ഒരെണ്ണം തരത്തില്ല എനിക്ക്. അപ്പോൾ അവർ അത്രയും വിശ്വാസം എന്നിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് സന്തോഷമുണ്ട്, അഭിമാനമാണ്. അതെല്ലാം എനിക്ക് എൻ്റെ വാർഡിൽ കൊണ്ടും വരണം. കാര്യം വികസനം വരണമെങ്കിൽ BJP തന്നെ വരണം. പിന്നെ BJP സ്ത്രീകൾക്ക് നൽകുന്ന പ്രാതിനിധ്യം അത് ഏറെ പ്രശംസിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ വാർഡ് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭയാണെങ്കിലും ഇപ്പം എവിടെയാണെങ്കിലും എന്ത് തെരഞ്ഞെടുപ്പ്, ഈവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകളെ എത്രത്തോളം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും നല്ല റെസ്പെക്റ്റ് തരുന്നുണ്ട്. ഇപ്പം മറ്റു പാർട്ടിയിൽ കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്നുള്ള രീതിയിൽ എന്താ പറയുക, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ മുതൽ എൻ്റെ പ്രായമുള്ളവർ വരെ ഉണ്ട്. പക്ഷെ നല്ല റെസ്പെക്റ്റ് തരുന്നുണ്ട്. കൊണ്ട് നടന്ന് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന് എന്നെ എല്ലായിടത്തും കാണിച്ച് നല്ല ആൾക്കാർ. കാര്യം ഞാൻ വിചാരിച്ചില്ല, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തെറ്റായിരുന്നു. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവരിൽ ഇറങ്ങിയപ്പോൾ. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ആ തെറ്റിദ്ധാരണയിൽ പിന്നെ നടന്നു പോയേനെ. ജനം TVയുടെ വക എല്ലാവിധ ആശംസകളും. കുന്നുകുഴി വാർഡ് കൗൺസിലറായി വരട്ടെ. ആശംസകൾ.